കേൾക്കുമ്പോൾ സാക്ഷ്യം പറഞ്ഞവർ തന്നെ നമ്മളോട് പറഞ്ഞത് അവരുടെ സങ്കല്പങ്ങൾ, അവരുടെ ധാരണകൾ ഒക്കെ അപ്പുറത്താണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവിക ഇടപെടലുണ്ടായതെന്ന് നമ്മളത് കേൾക്കുകയും ചെയ്തതാണ്. ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതേ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ ഒരു സാക്ഷ്യം ഇതാണ്: ഞങ്ങളിവിടെ വരാതിരുന്നെങ്കിൽ തീർന്നുപോയേനാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ എത്തിപ്പെടാതിരുന്നെങ്കിൽ. ഇപ്പോൾ കേട്ട സാക്ഷ്യം എന്താ? അമ്മ ഡയറക്റ്റായിട്ട് പറയുകയാണ്, ഞാൻ കൃപാസനത്തിൽ നിന്നാണ് വരുന്നത്. അത് കാര്യം, അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സീരിയസ് ആണ് ആ വിഷയം. കാര്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഇങ്ങനെ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സാക്ഷ്യം പറയുമ്പോൾ ആരെങ്കിലും 2 പേരെങ്കിലും പറയും മാതാവിനെ കണ്ടെന്ന് പറയും. നിങ്ങൾ ആ യൂട്യൂബിലെടുത്ത് നോക്കിയാൽ മതി, കാണാം. അപ്പോഴും ഞാനത് കേട്ടിട്ട് ഞാൻ പറയും, ഇനിയും ഒത്തിരി പേര് കാണും എന്ന് പറയും. എന്താ കാര്യം എന്നറിയാമോ? ഈ 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് അമ്മ ഇവിടെ നിന്നപ്പോഴേ ഞാനല്ലേ കണ്ടുള്ളൂ, അല്ലേ? അതിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് ഈ ഉടമ്പടി നമുക്ക് കിട്ടിയതും ഇത്രയും ആൾക്കാർ സാക്ഷ്യം പറയണത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാത്രമല്ല, നിങ്ങളുമൊക്കെ ആയിരക്കണക്കിന് മനുഷ്യരെ പരിശുദ്ധ അമ്മയെ കാണുമെന്ന് ഉറപ്പാണ്. കാര്യം എന്താ? ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണതെല്ലാം. സ്തുതിയുടെ ഹല്ലേലൂയ. ഉടമ്പടി ചെയ്യണത് എന്തുകൊണ്ടാണ്? കാര്യം ഉടമ്പടി വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. മക്കൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം വ്യക്തതയുണ്ടാകണം. എന്തുകൊണ്ടാണ് ഉടമ്പടി ചെയ്യണത്? നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച സാധാരണ പ്രാർത്ഥന നടത്തിയാൽ പോരെ? സാധാരണ പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടത്? വിശ്വാസം മതി, അല്ലേ? സാധാരണ പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടത്? വിശ്വാസം മതി. ഉടമ്പടി എന്ന് പറയുമ്പോൾ വിശ്വാസം മാത്രം പോരാ. എന്ത് വേണം? വിശ്വസ്തത കൂടി വേണം. അപ്പോൾ വിശ്വസ്തതയുടെ വിഷയം വരുമ്പോഴുണ്ടാകണം എന്താണ്? നമ്മൾ അവിശ്വസ്തത വന്നാലും ദൈവത്തിന് അവിശ്വസ്തത വരത്തില്ല. അതാണ് എൻ്റെ ഗ്യാരണ്ടി എന്ന് പറയണത്. അതാണ് 2 തിമോത്തി 2:23 അച്ഛനെ ഇടയ്ക്ക് പറയണത്. 2:13 അല്ലേ? എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ വിശ്വസ്തനായിരിക്കും. അതുകൊണ്ടാണ് അച്ഛൻ പറയണത്, ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ ഉടമ്പടി നിങ്ങൾ മുടങ്ങിപ്പോയാലും നിങ്ങളതിൻ്റെ സ്പിരിറ്റ് കണ്ടിന്യൂ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് മുടങ്ങിപ്പോയി അതുകൊണ്ട് അത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. എന്താ കാര്യം? കർത്താവിന് അത് പ്രവർത്തിക്കുന്നതിന് കുഴപ്പമില്ല. കാര്യം നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. ഇത് ഡബിൾ എൻഡ് പ്രെയറാണ്. വിശ്വാസത്തിൻ്റെ പ്രശ്നം നമ്മൾ വിശ്വസിക്കുന്നു, അതേ ഉള്ളു, ഒരെൻ്റെ ഉള്ളു. ഉടമ്പടി എന്ന് പറയുമ്പോൾ ബൈലാറ്ററലായിട്ട് വരും. ഉഭയകക്ഷിയാണ്. 2 കക്ഷികൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്ന് അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്, ഈശോനോടാണ്. അപ്പോൾ അവിടെ നമ്മൾ അവിശ്വസ്തത വന്നാലും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അവിശ്വസ്തത, അതാണ് ഗ്യാരണ്ടി പ്രെയറാണ് ഉടമ്പടി എന്ന് പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ആ വിഷയം കൈകാര്യം ചെയ്യാൻ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആരാധന
ഈ വിശ്വാസ സാധാരണ പ്രാർത്ഥനയ്ക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പം ബൈബിൾ പറയും, നിൻ്റെ കഴിവിൽ, നിൻ്റെ യോഗ്യതയിൽ കവിഞ്ഞ കാര്യങ്ങൾ നീ അന്വേഷിക്കരുതെന്നാണ് പറയണത്. പറഞ്ഞ മനസ്സിലായ? നിൻ്റെ യോഗ്യതയിൽ കവിഞ്ഞ കാര്യങ്ങൾ നീ അന്വേഷിക്കരുതെന്നാണ് സങ്കീർത്തനം 131:1. പക്ഷെ ഇപ്പോഴത്തെ കാലത്തിൻ്റെ സമ്മർദ്ദം എന്താ? നമ്മുടെ മിനിമം കഴിവ് കൊണ്ട് നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റണില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിലേ ഇപ്പം ബൈബിൾ പറയാം, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ നീ അതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പറയും. ഇപ്പം ബൈബിൾ എഴുതിയ കാലഘട്ടം അതാണ്. ഇപ്പോൾ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ ഈ കാലത്തിന് ആവശ്യമനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഉറപ്പല്ലേ? കാര്യം എന്താ? ജീവിത ചെലവ് ഇങ്ങനെ പുതിയ കാലത്തെ പുതിയ സമ്മർദ്ദങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടുവരികയാണ്. ഇപ്പം തന്നെ ഇവിടെ ഉള്ള അഭ്യസ വിദ്യർക്ക് തന്നെ ജോലി കൊടുക്കാൻ പകുതി പേർക്കും 12 ലക്ഷം എൻജിനീയർമാർക്ക് ജോലിയില്ല ഇന്ത്യയിൽ. പിന്നെ നമ്മൾ ബിടെക് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പോകും, നമ്മൾ ജോലിയുള്ള രാജ്യത്തേക്ക് പോകണം. ജോലിയുള്ള രാജ്യത്ത് പോയി കണ്ടുപിടിക്കണം. അതിന് ചിലർ B1 എടുക്കും, ചിലർ B2 എടുക്കും. എന്നിട്ട് വന്ന് നിലയം വിളിച്ച് അമ്മയുടെ പറയും, അമ്മേ B2 ജർമ്മൻ എനിക്കൊന്നും മനസ്സിലാവണില്ലെന്ന് പറയും. എനിക്ക് ഇംഗ്ലീഷ് കുഴപ്പമില്ല, പക്ഷേ ജർമ്മൻ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല എന്ന് പറയും. പക്ഷേ ജർമ്മനിലാണ് എനിക്ക് ബന്ധമുള്ളവരും വിസ ഇഷ്യൂ ചെയ്യാനുള്ളവരും ഒക്കെ ഉള്ളത്. ലണ്ടനിലില്ല. പിന്നെ ഞാനെന്ത് ചെയ്യും? ജർമ്മൻ പഠിക്കുക എന്നുള്ളത് എൻ്റെ കഴിവിൽ കവിഞ്ഞ കാര്യമാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിൽക്കണം. നാട്ടിലാണെങ്കിൽ എനിക്ക് ജോലി തരാനുള്ള കപ്പാസിറ്റിയും ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇപ്പം ഈ നമ്മുടെ പ്രധാനമന്ത്രി ലോകം മുഴുവനും പോകുമ്പോൾ എനിക്ക് സത്യമായ സന്തോഷമാണ്. എന്താ കാര്യം എന്നറിയാമോ? നോട്ടടിക്കണമെങ്കിൽ പ്രധാനമന്ത്രി പോകണം. ഇതുപോലെ ഇന്ത്യയിൽ നോട്ടടിക്കണമെങ്കിൽ പ്രധാനമന്ത്രി ഇതുപോലെ പോകണം. എന്താ കാര്യം എന്നറിയാമോ? ഇന്ത്യയിൽ നോട്ടടിക്കണമെങ്കിൽ ആ അടിക്കണ അത്രയും നോട്ടിൻ്റെ മൂല്യം നമ്മളുടെ ഇവിടെ ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുണ്ടാവണം. സ്വർണമായിട്ടോ മനുഷ്യൻ്റെ അധ്വാന ശേഷിയായിട്ടോ ഉണ്ടാകണം. അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാണയപ്പെരുപ്പം. ഒരു പേരക്കയ്ക്ക് നമ്മൾ 100 രൂപ കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. ഇപ്പോഴത്തെ നിലവാരത്തിൽ അതില്ലാത്തത് കാരണം മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അധ്വാന ശേഷിയാണ് നോട്ടടിക്കാൻ വേണ്ടി നമ്മൾ ഈടുവെക്കണത്, നമ്മുടെ ഉൾപ്പെടെ. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൊമാലിയായി പോകും നമ്മൾ. മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ നല്ല നയതന്ത്ര ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ അവിടുത്തെ തൊഴിൽ നിയമങ്ങൾക്ക് നമുക്കെതിരാണെങ്കിൽ അവർ നമ്മളെ പറഞ്ഞു വിടും. അച്ഛൻ പറഞ്ഞു വരുന്നത്, ഈ കാലഘട്ടത്തിൽ സ്വാഭാവികമായ കഴിവ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്. പിന്നെ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ കഴിവിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മുടെ കഴിവിലല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം കഴിവ് നൽകുന്നത് ആരാണ്? ദൈവമാണ്. ഇപ്പം നിൻ്റെ കഴിവിൽ കവിഞ്ഞ കാര്യങ്ങൾ നീ ആഗ്രഹിക്കരുതെന്ന് പറയും. സങ്കീർത്തനം 131:1. പക്ഷേ ആഗ്രഹിക്കാതെ ഇന്നിവിടെ ജീവിക്കാൻ നമുക്ക് പറ്റണമില്ല. അപ്പം പിന്നെ നമ്മളെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കഴിവിൽ നമ്മളെ ആശ്രയിക്കണം. അതാണ് വചനം പറയണത്. ദൈവത്തിൻ്റെ കഴിവെന്ന് പറയുന്നത് എന്താണ്?
ദൈവമക്കളാകാനുള്ള കഴിവ് വരെ ദൈവം നമുക്ക് നൽകും. അല്ലേ? ഇപ്പം യോഹന്നാൻ 1:12 എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പൊ ദൈവം നമുക്ക് നൽകണത് എന്തൊക്കെയാണ്? ദൈവമക്കളാകാനുള്ള കഴിവ് വരെ ദൈവം നമുക്ക് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഓരോടെ സഡൻ വെളിപ്പെടുത്തി തന്നതാണെങ്കിലും ഇന്നിത് പഠിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതൊരു പാക്കേജാണ് ശരിക്കും. ഇപ്പം എന്താ പറഞ്ഞത്? യോഹന്നാൻ 1:12 അവൻ്റെ നാമത്തിൽ പറഞ്ഞ് വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഇപ്പം ദൈവമക്കളാകാനുള്ള കഴിവ് ആരാ കൊടുക്കുന്നത്? ദൈവമാണ് കൊടുക്കുന്നത്. ദൈവമക്കളാകുമ്പോഴുള്ള ഗുണം എന്താ? മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഹെബ്രായ ലേഖനം പറയും നമ്മൾ അവകാശികളാണെന്ന് പറയും. വിഷയം മാറും. ദൈവമക്കളായ സ്വാഭാവികമായും നമ്മുടെ വിശ്വാസം മാറിയിട്ട് ആത്മവിശ്വാസമായിട്ട് എന്താ വരണത്? അവകാശം. മക്കളാണെങ്കിൽ അവകാശം. ദൈവമക്കളാകാൻ പോലുമുള്ളത് അവകാശമായി മാറുമ്പോൾ അതിനോടൊരു ചേർത്ത് നൽകുന്നതെല്ലാം അവകാശമായി മാറും. കൈയിട്ടിച്ച് കർത്താൻ വിശ്വാസത്തോട് നല്ല പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പൊ ദൈവമക്കളാകാൻ എപ്പോഴാണ് നമുക്ക് കൃപ ലഭിക്കണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ അർത്ഥം മാത്രമല്ല ഉള്ളത്, ഒരു പ്രായോഗികമായ അർത്ഥമുണ്ട്. എന്താണ്? വിശ്വാസം കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യാക്കോബിൻ്റെ 2-ാം ലേഖനം 24-ാമത്തെ വാക്യം, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം നീതീകരിക്കപ്പെടണം. എങ്ങനെ വിശ്വാസം നീതീകരിക്കപ്പെടണത്? പ്രവർത്തികൾ വഴിയാണ്. ഉടമ്പടി പ്രവൃത്തിയുടെ പ്രാർത്ഥനയാണ്. യാക്കോബ് 2:24 എന്താ പറയണത്? വിശ്വാസം, കേവല വിശ്വാസം നിന്നെ നീതീകരിക്കത്തില്ല. യാക്കോബ് അപ്പോസ്തലനും പൗലോസും കൂടി കുറേ നാളെ മിണ്ടാണ്ട് നടന്ന് കാണും മിക്കവാറും. കാര്യം രണ്ടുപേരും 2 സ്കൂളാണ് ഫോളോ ചെയ്ത്. ആദ്യം കാലാന്തരത്തിലാണ് പൗലോസ് വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നെന്നുള്ള വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നത്. ആദ്യം എബ്രാഹാം അവൻ്റെ വിശ്വാസം നീതീകരിക്കപ്പെട്ടു എന്നുള്ള സ്കൂളാണ് യാക്കോബ് പൗലോസ് ഫോളോ ചെയ്തത്. പക്ഷെ പത്രോസ് ഉൾപ്പെടെ എല്ലാവരും ആദിമസഭയിലെ വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുവെന്നുള്ള സമ്പൂർണമായ സത്യത്തിന് വലിയ പ്രായോഗിക പ്രസക്തി ലഭിച്ചു. അപ്പോൾ പിന്നീട് സുവിശേഷം ഫോളോ ചെയ്യണ എന്താ? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം പ്രാർത്ഥനയാൽ മാത്രമല്ല നീതീകരിക്കപ്പെടുന്നത്. മൈൻഡ് ഇറ്റ്. പറഞ്ഞ മനസ്സിലായ? എല്ലാവരും ധരിച്ചിരിക്കണത് വിശ്വാസം പ്രാർത്ഥനയാൽ നീതീകരിക്കപ്പെടുമെന്നാണ്. യാക്കോബ് 2:24 പറഞ്ഞത് എന്താണ്? വിശ്വാസം പറഞ്ഞ്
പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. ഈ കാരുണ്യ പ്രവൃത്തിയൊക്കെ വരുന്നത് അങ്ങനെയാ. ഉടമ്പടി സമ്പൂർണ്ണ പ്രാർത്ഥനയാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? ഇപ്പം രോഗികളെ നമ്മൾ കാണുന്നു, രോഗികളെ നമ്മൾ പരിചരിക്കുന്നു. ഞാൻ നഗ്നനായാലും നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ കരഗൃഹവാസിയായി നിങ്ങളെന്നെ വന്ന് കണ്ടു, എനിക്ക് വിശന്നു നിങ്ങൾക്ക് ഭക്ഷണം തന്നു എന്നൊക്കെ പറയണില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വിശപ്പും ഭക്ഷണവും എന്നൊക്കെ പറയണത് നമ്മൾ വായു തൊട്ട് പോണ ആഹാരം മാത്രമാണെന്ന്? അല്ല. മനസ്സ്, നമ്മുടെ മനുഷ്യത്വത്തിന് 3 ഘടകമുണ്ടല്ലേ? ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇതിനെല്ലാം വിശപ്പുണ്ട്. ഞാൻ വിശപ്പെന്ന് കേൾക്കുമ്പോൾ ഉടനെ ഭക്ഷണം മാത്രമേ നമ്മൾ വിചാരിച്ചില്ല. ഒരു വൈഫ് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? എൻ്റെ അച്ഛാ, ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒരുമിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷമായി. അയാൾ ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല. ഒരു ഹസ്ബൻഡിൻ്റെ സ്നേഹത്തിന് വേണ്ടി ആ സ്ത്രീ വിശക്കുന്നുണ്ട്. നേരെ മറിച്ച് സംഭവിക്കാം. ചില ജീവിത പങ്കാളികൾ ഹസ്ബൻഡിനെ ഒഴിവാക്കുന്നുണ്ട്. എന്തെങ്കിലും തന്ത്രം പറഞ്ഞ്, പിള്ളേരെ വളർന്നെന്നോ എന്തെങ്കിലും പറഞ്ഞ് തന്ത്രം പറഞ്ഞ് ഒഴിവാക്കും. ഇതെല്ലാം വിശക്കുന്നവൻ, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എന്നുള്ള എൻ്റെ വചനത്തിൻ്റെ കീഴിൽ വരണതാണെല്ലാം. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ സമ്പൂർണ്ണ ക്രിസ്ത്യനായിരിക്കണം. അല്ല ആർക്കാണ് ധർമ്മക്കാർക്ക് വല്ല കൈമടക്ക് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് വലിയ ആനക്കാര്യം ചെയ്തെന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. വിശപ്പ് പലതരമുണ്ട്. ഒരു മനുഷ്യന് കർത്താവിനെക്കുറിച്ച് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നീ പത്രം കൊടുക്കണം. അത് വിശപ്പ് മാറ്റുന്നതാണ്. പത്രം കഴിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പത്രം വായിക്കുമ്പോഴേ കർത്താവിനെ അറിയും. ആത്മാവിൻ്റെ വിശപ്പ് മാറാൻ വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. കൈ അടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വീണ്ടും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പം എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കഴിവ്. ദൈവ തിരുസന്നിധിയിൽ കഴിവിന് പറയുന്ന വേറെ പേരെന്താ? കൃപ, അല്ലേ? പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കൃപ, ശക്തി എന്ന് പറയും ബൈബിള്, കഴിവെന്ന് പറയും, കാരുണ്യമെന്ന് പറയും. ദൈവത്തിൻ്റെ കാരുണ്യം, ഇതെല്ലാം കൃപയുടെ തദ്ഭവങ്ങളോ തത്സമങ്ങളോ ആണ്. അപ്പം അമ്മ എന്താ പറഞ്ഞത്? അവിടെ തന്നെ ഭക്തടമേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും കാണിക്കും. ലുക്ക 1:50 ഒന്ന് പറഞ്ഞ്, അവിടുന്ന് തൻ്റെ ഭക്തടമേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും വർഷിക്കും. ഭക്തി എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. അപ്പം അങ്ങനെ എക്സസ് ആവും, കാരുണ്യം എക്സസ് ആവും. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോടെ സ്നേഹവും സ്നേഹത്തിൽ അധിഷ്ഠിതമായ എല്ലാ പ്രവൃത്തികളും കൂടി ചേർന്നാണ് ഭക്തി ഉണ്ടാകണം. അല്ല കമന്നടിച്ച് കിടക്കണം മാത്രമല്ല. ദൈവതിരുസേന കമന്നടിച്ച് കിടക്കണ ശരീരഭാഷ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തെ പ്രതി ജീവിക്കണതും സുവിശേഷ സാക്ഷ്യമെല്ലാം ഭക്തിയുടെ ഭാഗമാണ്. ലുക്ക 1:50 എന്താ പറയണത്? അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം. അപ്പം നമ്മുടെ ഈ കാലഘട്ടം കഴിഞ്ഞും കർത്താവിൻ്റെ കാരുണ്യം പ്രവർത്തിക്കും. എന്തുകൊണ്ടാണ്? സമയഘടികാരം നെഞ്ചു ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഇടാൻ പറയുന്ന ആൾക്കാരോട്. ഇനി ഡേറ്റ് ഇടും. അത് എനിക്ക് മനസ്സിലായത്, ചില ആൾക്കാരുടെ തലയിൽ കൗൺസിലിംഗ് വരുമ്പോൾ കൈവെക്കത്തില്ലേ,
ഇപ്പോൾ കർത്താവ് ഡേറ്റ് പറയും. ഇപ്പോൾ ഞാൻ പറയും ഡിസംബർ, അല്ലെങ്കിൽ ഞാൻ 30 എന്നൊക്കെ പറയും. എന്താ പറയണത്? ആ ഡേറ്റ് നീ സൂക്ഷിച്ചോ, ആ സമയത്ത് അമ്മ പ്രവർത്തിക്കുമെന്ന് പറയും. കാര്യം ആ പാസ്പോർട്ട് ആ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു പോരേണ്ടി വരും, ഇല്ലേ? ആ പാസ്പോർട്ട് അതപ്പോൾ എന്താ സംഭവിക്കണത്? ആ പാസ്പോർട്ട് ആ സമയത്ത് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. 6 മാസം കഴിഞ്ഞാലാണ് അത് കിട്ടാൻ സാധ്യത. 6 മാസത്തിന് കൊണ്ട് കിട്ടേണ്ട കാര്യം 1 മാസം കൊണ്ട് കിട്ടുമ്പോൾ ദാറ്റ് ഈസ് എന്താണത്? കാരുണ്യമാണ്, ഇല്ലേ? കാരുണ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യോഗ്യത, മെറിറ്റിൻ്റെ അപ്പുറത്തുള്ള കാര്യമാണ് കാരുണ്യം. മെറിറ്റിൻ്റെ അപ്പുറത്തുള്ളത് എന്താണ്? യോഗ്യതയ്ക്ക് അപ്പുറത്തുള്ളത് എന്താണ്? കൃപ. കൈ അടിച്ച് കർത്താൻ ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന സൂത്രക്കാരന്മാരെ ശ്രദ്ധിക്കണത് എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ കാരുണ്യം വർദ്ധിപ്പിക്കാൻ നോക്കണം. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ കാരുണ്യം വർദ്ധിപ്പിച്ചാൽ കൃപ എക്സസ് ആകുമെന്നാണ് പറയണത്. എന്താണ്? ലുക്ക 1:50 അനുസരിച്ച് കൊണ്ട് പരിശുദ്ധാത്മാവ് അമ്മയിലൂടെ എന്താ പറഞ്ഞത്? തലമുറകൾ തോറും. കാര്യം എന്താ പ്രശ്നം എന്നറിയാമോ? ദൈവം തരണത്, ദൈവത്തിൻ്റെ തരണ രീതിക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം നിങ്ങൾ ആൻറ്റി തരണോ, അങ്കിള് തരണോ, അപ്പൻ തരണോ എന്നൊക്കെ പറഞ്ഞാലും ഒരു പരിധി ഉണ്ടാവും. ദൈവം തരുമ്പോൾ ബൈബിൾ എന്നാ പറയണത്? കർത്താവ് അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 3:34 ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. പറഞ്ഞേ. ദൈവം അളന്നല്ല ആത്മാവിനെ തരുന്നത്. ദൈവം ആത്മാവിന് മാത്രമല്ല എല്ലാം നൽകണത്. ഇങ്ങനെ നമ്മൾ പറയും ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം. ദൈവം പറയും അളന്ന് ഞാൻ കളയത്തില്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ് ചെയ്യണത്. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയുമെന്ന് പറയുന്ന ലുക്ക 6:36 കൈ അടിച്ചു കരുതാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ദൈവമൈതലെ, എൻ്റെ നിൻ്റെ മുമ്പിലുള്ള ഒരു അവശേഷിക്കുന്ന വിഷയം എന്താ? എങ്ങനെയും കർത്താവിൻ്റെ കാരുണ്യം പിടിച്ചു പറ്റുക. കാര്യം എന്താ? കാരുണ്യം പിടിച്ചു പറ്റിയാൽ അത് എക്സസ് ആകും, തലമുറകൾ തോറുമാകും. വേറെ ഒരു കാര്യത്തെക്കുറിച്ചും തലമുറകൾ തോറുമെന്ന് പറയുന്നില്ല, കാരുണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാരുണ്യത്തെക്കുറിച്ച് ഉടമ്പടി ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അതറിഞ്ഞ് വേണം ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ. എന്താ കാര്യം? നമ്മളുടെ കഴിവ് നമ്മൾ വർദ്ധിപ്പിക്കുക. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഉടമ്പടി പ്രകാരമുള്ള ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ കാരുണ്യത്തെ, നമ്മളിലേക്കുള്ള കാരുണ്യത്തെ വർദ്ധിപ്പിക്കുകയാണ്. ദാറ്റ് മീൻസ് എന്താ ചെയ്യണത്? കഴിവ് കൂട്ടുകയാണ്. നമ്മളെ കാരുണ്യം കഴിവാണ്, കൃപ കഴിവാണ്. നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ എന്താണ്? നമ്മുടെ കഴിവ് നമ്മൾ കൂട്ടണം, ദൈവത്തിൻ്റെ കാരുണ്യം കൂട്ടണം. എന്താ പ്രശ്നം എന്നറിയാവോ? നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമെല്ലാം നമ്മൾ നേടിയ കഴിവിന് ആനുപാതികമായിരിക്കും.
നമ്മൾ നേടുന്ന നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങൾ, അവരുടെ ജോലി, ഇതെല്ലാം ഭൗതിക അനുഗ്രഹങ്ങളല്ലേ, ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കുന്ന കഴിവിന് ആനുപാതികമാണ്. അപ്പം കഴിവ് നേടിയെടുക്കുകയാണ് നമ്മുടെ മുമ്പിലുള്ള പദ്ധതി. എന്താ അങ്ങനെ പറയണത്? ആ താലന്ത് കൊടുത്തപ്പോഴില്ലേ, യജമാനൻ വിദേശത്ത് പോയപ്പോൾ താലന്ത് കൊടുത്തില്ലേ? ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1. അതെന്താ, എന്ത് ബേസ്മെൻറ്റിൽ അങ്ങനെ കൊടുത്തത്? അവരവരുടെ കഴിവനുസരിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. മത്തായി ശ്ലീഹ 25-ാം അധ്യായം 5-ാം വാക്യം എന്താണ്? അവൻ ഓരോരുത്തർക്കും അവരവരുടെ കഴിവനുസരിച്ച് ആണ് ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1 കൊടുക്കണം. അപ്പം നമ്മുടെ മുമ്പിലുള്ള പദ്ധതി എന്താ? കഴിവ് കൂട്ടുക. കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ കാരുണ്യം, കൃപ, ദൈവശക്തി. അതിനെന്ത് ചെയ്യണം? അതിനാണ് വിശ്വാസം നീതീകരിക്കപ്പെടണം. വിശ്വാസം നീതീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാലാണ്. അതിലാണ് കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും വരുന്നത്. ഉടമ്പടി പുതുക്കാൻ വരുന്നവരൊക്കെ എല്ലാം ചിന്തിച്ചിട്ട് വേണം. വെരി മാത്തമാറ്റിക്കൽ ആൻഡ് കാൽക്കുലേറ്റഡ് ലൈഫ്. ക്രിസ്ത്യൻ ലൈഫ് അങ്ങനെയാണ്. അത് ഇങ്ങനെ നമ്മളെ ഒക്കട്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയല്ല. എല്ലാം പ്രിസൈസ് ആൻഡ് ഷാർപ്പാണ്. ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും നിനക്ക് ഈ ബോധമുണ്ടാകണം. ഈ വചനങ്ങൾ മറന്നു പോയെങ്കിൽ ഇന്ന് തന്നെ രാത്രി പോയി യൂട്യൂബ് നോക്കിയിട്ട് ഈ സാധനം പല കൂടി കേൾക്കണം. കേട്ടിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അങ്ങനെ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. എന്തിനാണ്? നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ, ദൈവം നമ്മൾ കാണിക്കുന്ന കാരുണ്യം വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ശിരസിലെ വെയിൻസ് ബ്ലോക്കായിരിക്കുന്നവരെ, മാറാത്ത തലവേദനക്കാരൊക്കെ എല്ലാം നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ശിരസിൽ കൈവെക്കുമ്പോൾ ചില രക്തസ്രാവക്കാർ രോഗികൾ കൂടി ശിരസിൽ കൈവെക്കാൻ ഈശോ പറയുന്നുണ്ട്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. ഈശോ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കൃഷിന്റെ അടയാളത്തിന് മാരകരോഗങ്ങൾ, തീരാവ്യാധികൾ മാറിപ്പോകുമ്പോഴേ കർത്താവിനെ ശത്രുകട്ടെ, കർത്താവിനെ കൃപ നിറയട്ടെ. അവർ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാണ് കഴിവ് നൽകി. അവർ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം പരിശുദ്ധ നൽകി. കർത്താവ് അളന്നല്ല ആത്മാവിന് നൽകുന്നത്, അളന്നല്ല ആത്മാവിന് നൽകുന്ന കർത്താവ് ആത്മാവിനാൽ അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. അക്ഷയം വന്നൊരു സാക്ഷ്യം വന്നില്ലേ അവസാനം? ഉടമ്പടി എടുത്തു, പക്ഷേ ബൈബിള് അത്ര കണ്ട് കാര്യമായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം അത് വായിക്കാൻ തുടങ്ങിയപ്പോഴുണ്ട് അലർജിയെല്ലാം മാറി. 25 കൊല്ലമായുള്ള അലർജിയെല്ലാം മാറി. മക്കളൊരു തീരുമാനം എടുക്കണം. നിങ്ങൾ എപ്പോഴും വായിക്കേണ്ട വചനം ഏതാണെന്നറിയുക? നമ്മളിപ്പോൾ ഓരോ പ്രാർത്ഥനയ്ക്ക് എന്നാ വചനം തരുന്നുണ്ട് അത് വായിക്കണം. റൊട്ടീനായിട്ടുള്ള വായന സാധാരണ ഉള്ള രീതി അനുസരിച്ച് വചനം വായിക്കണം. പിന്നെ ഉടമ്പടിയെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന കുറേ വചനങ്ങളുണ്ട്. നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ഫലവത്താക്കുന്ന വചനഭാഗങ്ങളാണ്. അച്ഛനെ ഒരു 20-15 മണിക്കൂറിനുള്ളിലൊക്കെ കർത്താവ് തരുന്ന വചനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരണം. ഞാൻ നിങ്ങളുടെ ആൾക്കാരിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ വൈകുന്നേരം മുതൽ വചനം വരാൻ തുടങ്ങും.
അപ്പം അതെല്ലാം ഞാൻ മനസ്സിൽ കുറിച്ചിട്ട് കർത്താവ് അതിൻ്റെ ലിങ്ക് തന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്കത് പങ്കുവെച്ച് തരണത്. അപ്പോൾ ആ വചനങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബ് കേട്ടിട്ട് വചനം എടുത്ത് നോക്കി അച്ഛൻ്റെ പുസ്തകത്തെ മുഴുവൻ വരെയും കുറിയുക. ഇതുപോലെ നിങ്ങളുടെ ബൈബിളും നിങ്ങളുടെ സ്വന്തം ബൈബിളുണ്ടാകണം. വീട്ടിലെ ബൈബിളായിട്ട് വരക്കുകയൊന്നും ചെയ്യരുത്. പ്രതിഷ്ഠാ ബൈബിളുണ്ട്, എല്ലാ വീടുകളിലും പ്രതിഷ്ഠ ബൈബിളുണ്ട്. അതിന്മേൽ തൊട്ടരുത്. അതിങ്ങനെ വളരെ ഭംഗിയായിട്ട് വെക്കണം. പ്ലാസ്റ്റിക് ഇട്ട് പൊതിഞ്ഞ് വായിക്കാൻ നേരത്ത് മാത്രമേ എടുക്കാവൂ. പ്രതിഷ്ഠാ ബൈബിള് വായിക്കാൻ നേരത്ത് മാത്രമേ എടുക്കാവൂ. നമ്മുടെ സ്വന്തം ബൈബിളുണ്ട്, ആ ബൈബിള് ഇഷ്ടമുള്ളപ്പോൾ എടുക്കുക, വരയ്ക്കുകയും കുറിക്കുകയും സൈഡിലൊക്കെ എഴുതി വെക്കുക. വെച്ചാൽ ചില നിർണായകമായ നിമിഷത്തിൽ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കത്തില്ലേ. അപ്പോഴൊരിക്കൽ ഞാൻ ഇപ്പം തൈക്കാട്ടുശ്ശേരിയിലാണ് ഇരിക്കണത്. അപ്പോൾ തൈക്കാട്ടുശ്ശേരി ഇരിക്കണതിനെക്കുറിച്ച് ബിഷപ്പിനെ കാണുന്നതിന് മുമ്പ് ഒരാശയം കർത്താവ് തന്നു. എങ്ങനെ തൈക്കാട്ടുശ്ശേരി പള്ളി ചോദിക്കാമെന്ന്. പക്ഷേ അത് ചോദിക്കുമ്പോൾ അതിനകത്ത് മാനുഷിക അരൂപിയുണ്ടോ, അതെൻ്റെ ആഗ്രഹപ്രകാരം അതവിടെ ദ്രവിച്ചും ഉറഞ്ഞും കിടന്നുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് എൻ്റെ മാനുഷിക അരൂപിയുണ്ടോ, ദൈവഹിതമാണോന്നറിയാൻ വേണ്ടി ഞാൻ കുറേ നേരം ഇന്ന് കൊന്തയെഴുതിയിട്ട് പിതാവിനോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്ത്. അപ്പോഴേ ബൈബിൾ കിട്ടത് 10:40 എനിക്ക് കിട്ടിയത്. 10:40 യോഹന്നാൻ്റെ സുവിശേഷം. എന്താ കിടക്കണത്? കായലിൻ്റെ അക്കരെ, ജലാശയത്തിൻ്റെ ജോർദാൻ്റെ അക്കരെ അവൻ വീണ്ടും പോയി. അനേകം മക്കൾ അവിടെ വന്നെന്ന്. നിങ്ങളാരും വരരുത്. അന്നെന്ന് കർത്താവ് ആ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ അക്യൂട്ടായിട്ടുള്ള രോഗികളെ ഞാൻ അവിടെ എടുക്കുന്നുണ്ട്. വേറെ മാർഗമില്ലാത്ത രോഗികളില്ലേ, അവർ ഞാൻ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ കർത്താവ് അത് പറഞ്ഞതാ. അപ്പോൾ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് എനിക്ക് തോന്നിപ്പിച്ചതാണത്. കാര്യം കായലിൻ്റെ അക്കരെ രണ്ടാമതും പോയെന്ന് പറയണത് ഞാൻ പണ്ടവിടെ ഇരുന്നതാ. പണ്ടവിടെ കുർബാന ചെയ്തിട്ടുള്ളതാണ് 1.5 കൊല്ലം. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പോക്കാണ്. കായൽ കിടക്കാതെ അവിടെ പോകാൻ പറ്റത്തില്ല. നമ്മൾ വചനത്തിൻ്റെ ഒരു രീതി എന്ന് പറയണത്, നീ കർത്താവുമായിട്ടൊരു ഇൻറ്റിമസി ആയിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ഈ വചനത്തിലൂടെ നിന്നോട് സംസാരിക്കും. ഇപ്പം തന്നെ നിങ്ങൾ കേട്ടില്ലേ ഈ സാക്ഷ്യങ്ങളൊക്കെ? ദൈവത്തിനൊരു പഞ്ഞുമില്ല. സംസാരിക്കും, കാണാം. പക്ഷേ നമ്മളതനുസരിച്ച് ഒന്ന് ക്രമീകരിക്കണം. നിങ്ങളൊന്ന് അനുതാപപ്പെടണം. അതാണ് പ്രശ്നം. വല്ല അഹങ്കാരമോ മുൻകോപമോ കലഹമോ ഭിന്നതയോ വൈരാഗ്യമോ മദ്യപാനമോ മദ്രാസക്തിയോ ഇങ്ങനെ കർത്താവിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുതാപപ്പെട്ടിട്ട് കാരുണ്യം ആർജിക്കാൻ വേണ്ടി ജീവിതം പുനഃക്രമീകരിച്ചിട്ട് വലിയ അപ്പോസ്തലനായിട്ട് മാറാൻ വേണ്ടി നീ കണ്ണീരോടെ ആഗ്രഹിക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തെ മനസ്സിലാകും. ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകിയെന്നല്ലേ പറയണത് യോഹന്നാൻ 1:12 അല്ലേ? അപ്പം ആ കഴിവ് കിട്ടും. ദൈവമക്കളാണെങ്കിൽ അപ്പനും അമ്മയൊക്കെ കൂടെ ഉണ്ടാകും എപ്പോഴും. ഈ കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ല. ദൈവത്തിൻ്റെ ഓരോ അടയാളവും നമ്മുടെ തൊട്ടനുഭവം തന്നെയാണ്. ചിലർ കാണും, ചില കണ്ടില്ലെങ്കിലും കാണുന്നവരെക്കാൾ കൂടുതൽ അനുഗ്രഹം കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. ദൈവത്തെ കണ്ടില്ല, പക്ഷെ കാണുന്നവരെക്കാൾ കൂടുതൽ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതും ഒരു കാഴ്ചയാണ്, അനുഭവം കൊണ്ടുള്ള കാഴ്ച. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് മുതുക, ദാറ്റ് മീൻസ് അച്ഛന് കാണിക്കുന്ന ഓരോ സ്ഥലവും നിങ്ങൾ കൈവച്ചേക്കണം. ഇത് കണ്ടോ, ഞാൻ ബാക്കിലെ കൈവച്ചേക്കണം. എന്തൊക്കെ സംഭവം എന്നറിയാമോ? എല്ലാവരും വെക്കേണ്ട കാര്യമില്ല. അവിടെ മരവിപ്പുള്ളവരുണ്ട്, അവിടെ രക്തം കുടുങ്ങിയവരുണ്ട്, അവിടെ ബ്ലോക്കായിട്ടുള്ളവരുണ്ട്, അവിടെ ഹിറ്റിനെസ് പിന്നെ എന്തോ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്നവരുണ്ട്. അവർക്ക് അവിടെ കൈവെക്കാം. നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ രക്തസ്രാവ രോഗികളെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തത് എന്താണെന്ന് വെച്ചാൽ, ശിരസിൽ കൈവെക്കാൻ നേരത്തെ രക്തസ്രാവ രോഗിയെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ വല്ല പീയൂഷഗ്രന്ഥിയും നമ്മുടെ ഗൊണാഡ്സും അതുപോലെ ജനറ്റിക്കൽ ഓർഗൻസൊക്കെ ആയിട്ട് കുറേ ബന്ധങ്ങളുള്ളതാണ്. അപ്പം അതിൻ്റെ വർക്കെല്ലാം നടക്കുന്നത് തലയിലാണ് നടക്കുന്നത്.
അപ്പോൾ ഈ സ്രാവം വരണത് അൺകൺട്രോൾഡായിട്ട് സ്രാവം വരുമ്പോൾ ചിലപ്പോൾ തലയുടെ പ്രശ്നമായിരിക്കാം. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം, ഈ രക്തസ്രാവ രോഗികളും അതുപോലെ സ്രാവ രോഗികളുമെല്ലാം സാധാരണ പ്രാർത്ഥിക്കുന്ന സമയത്ത് അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. അടിവയറ്റ് കൈവെക്കണം. വേറെ ഇപ്പോൾ വയറ്റ് ഡിസ്ചാർജൊക്കെ ഇല്ലേ, വെള്ളപ്പൊക്ക്, ആരോഗ്യമൊക്കെ വന്ന മനുഷ്യൻ എത്ര ഭക്ഷണം കഴിച്ചാൽ അറിയത്തില്ല, ശരീരം ചൂടാകും, തലക്ക് വട്ട് പിടിച്ചവരുണ്ടാകും, ഉറക്കം വരത്തില്ല, പല പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ളവരൊക്കെ അടിവയറ്റ് കൈവെക്കുമ്പോൾ ഓർക്കുക, എൻ്റെ കർത്താവിൻ്റെ അൾത്താറിൽ നിന്ന് അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിലാണ്, ഈശോയുടെ നാമത്തിലാണ് ഞാൻ കൈവെക്കണമെന്ന് വിശ്വാസി ഓർക്കണം. ചുമ്മാ കൈവെക്കരുത്. കർത്താവിൻ്റെ അൾത്താറിൽ നിർദ്ദേശപ്രകാരം അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോൻ്റെ നാമത്തിലാണ് ഞാൻ കൈവെക്കണത്. ശാരീരിക രോഗമുള്ളവർ, തൈറോയിഡുകാർ, ടോൺസിറ്റുകാരും സ്പണ്ടിലോസ് അസുഖമുള്ളവരും ഒക്കെ കഴുത്തിൽ കൈവെക്കണം. അലർജി രോഗികൾ നെറ്റിക്ക് കൈവെക്കണം. ചുമ്മാ തുമ്മി ചീറ്റി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ നെറ്റിക്ക് കൈവെക്കുന്നവർക്ക് കാതിൻ്റെ അസുഖങ്ങളും കണ്ണിൻ്റെ അസുഖങ്ങളും ഒക്കെ മനസ്സിൽ ഈശോനോട് പറയാവുന്ന, വായനാറ്റം ഉൾപ്പെടെയുള്ളത് അസുഖമാണ്, വയറിൻ്റെ അസുഖമാണ്. അതെല്ലാം ഈശോനോട് പറയാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓരോ രോഗങ്ങൾക്കായി ഓരോ ഇടങ്ങളിലെ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങയുടെ നാമത്തില് കൈവച്ചിരിക്കുന്ന ഇടങ്ങളെ രോഗങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രോഗങ്ങളെ യേശു നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കഴിവുകൊണ്ട് എത്തിപ്പെടാത്ത കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്തതും ദൈവം ഉടമ്പടി ഈ സമൂഹത്തിന് നൽകിയത്. ഉടമ്പടി നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കഴിവിലാണെന്ന് സുവിശേഷ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടതാണ്. ഇപ്പം ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോഴും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോൾ സാമ്പത്തികമായ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കസ്റ്റമേഴ്സിനെ കിട്ടാത്തവർക്ക് വേണ്ടി, ഇപ്പം കടയൊക്കെ നടത്തിയിട്ട് കച്ചവടം നടക്കാത്തവരില്ലേ, അവർക്ക് വേണ്ടി, വരുമാന മാർഗങ്ങൾ മുട്ടിപ്പോയ എന്തുമാത്രം പേരുണ്ട്. ഞാൻ എപ്പോഴും അമ്മ മാതാവിൻ്റെ അടുത്ത് ആലോചന ഉണ്ടാക്കുന്നത് സാമ്പത്തിക ബാധ്യതക്കാർക്ക് വേണ്ടിയാണ്. ഇപ്പം ഇവർ ചിലപ്പോൾ എൻ്റെ ഇടയ്ക്ക് 25 ലക്ഷം 1 കോടി എന്നൊക്കെ പറഞ്ഞാലും 1 കോടി എന്ന് കടം പറഞ്ഞാലും നിൽക്കാൻ പറ്റാത്തതായിട്ടൊക്കെ കൂട്ടിയാലും 40 ലക്ഷം ഉറപ്പായിട്ടും കടമുണ്ടാകും, നിവൃത്തിയില്ലാത്ത കടങ്ങളുണ്ടാകും. അപ്പം സമാധാനം നഷ്ടപ്പെടുക. അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ജോലിയില്ലാത്തവർക്ക് വേണ്ടിയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ സാമ്പത്തിക ബാധ്യതകളാൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരുമാനമില്ലാത്തവര്, സാമ്പത്തിക ഭീഷണി അനുഭവിക്കുന്നവര് യേശുക്രിസ്തുവിന്റെ നാമത്തില് വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. അത് കറങ്ങുമ്പോഴാണ് അല്ലേ, കൈമാറ്റം ചെയ്യുമ്പോഴാണ് പണം മൂല്യം വർദ്ധിക്കണത്. മൂല്യം വർദ്ധിക്കുന്നില്ലെങ്കിൽ സ്റ്റക്കാവും, ഡെഡാവും. ഇപ്പം 20 കൊല്ലം ഭാഗോടമ്പടി ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലം മരവിച്ചിരിക്കുക. ഇങ്ങനെ വരുമാന മാർഗങ്ങൾ മരവിച്ചവരുണ്ട്, ക്രയവിക്രയങ്ങൾ മരവിച്ചവരുണ്ട്, സാങ്കേതിക കുരുക്കിൽപ്പെട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള മരവിപ്പുകൾ, ഇപ്പോൾ സർട്ടിഫിക്കറ്റുകളൊക്കെ നഷ്ടപ്പെടണമെന്നൊക്കെ പറഞ്ഞില്ലേ,
അതെല്ലാം മരവിപ്പല്ലേ. സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മൂവ്മെൻറ്റ് തീർന്നില്ലേ. നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് രേഖാ സ്വാതന്ത്ര്യം. സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമ്പോൾ എന്താണ്? വീട്ടു തടങ്കലിലാകും. രേഖാ സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമ്പോഴും വീട്ടു തടങ്കലിലാകും. അങ്ങനെയുള്ള എല്ലാ തടങ്കലുകളും കർത്താവ് എന്താ പറഞ്ഞത്? എല്ലാ തടങ്കലുകളും നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. പ്രാർത്ഥിക്കട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഈശോ എല്ലാ തരത്തിലുള്ള തടങ്കലുകള്, എല്ലാ തരത്തിലുള്ള കുരുക്കുകള് യേശുക്രിസ്തു നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെങ്ങും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെങ്ങും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എപ്പോൾ നോക്കിയാലും വെള്ളം കയറിയിരിക്കും. പണ്ട് ഇത്രയും വിഷമം ഇല്ലായിരുന്ന. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ചില ഇടങ്ങളിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടുണ്ട്. 2 മഴ പെയ്താൽ അപ്പോൾ വെള്ളം പൊങ്ങും. വെള്ളം ഒഴുകിയും പുകത്തുമില്ല. അപ്പോൾ അതിൻ്റെ പേര് ജലജന്യ രോഗങ്ങളും ജലജന്യമായുള്ള ഈർപ്പത്തിൻ്റെ പല പ്രശ്നങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇവിടുന്ന് വിറ്റ് പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് മാറി താമസിക്കണം. സ്വന്തം ജീവിത ഇടങ്ങളിൽ വീർപ്പ് മുട്ടുന്നവരെ അവിടുന്ന് ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. ഇത് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. സ്വന്തം ജീവിത ഇടങ്ങൾ ജീവന ശൂന്യമായ 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് പോകാം. ചില സമയത്ത് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കൂടപ്പറപ്പുകളും കുഞ്ഞുങ്ങളും എല്ലാം ഭയങ്കര അറ്റാച്ച്ഡായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ പോകാനാണ് പറ്റത്തില്ല. പക്ഷേ ദൈവത്തിന് അതിന് തീരുമാനം എടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ കുടുംബ വീട്ടിലെ അതിൻ്റെ കുറേ ഭാഗം ഞാൻ ഗവൺമെൻറ് കൊടുത്ത് കുറച്ച് ഭാഗം ഇപ്പോൾ പള്ളിക്ക് കൊടുക്കാൻ പോകുകയാണ്, പള്ളി വെക്കാൻ വേണ്ടി. പക്ഷേ ഞാനവിടെ ചെല്ലുമ്പോൾ അപ്പനും എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തറവാട്ടിൽ ചെല്ലുമ്പോൾ പണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ വെള്ളം കയറി കിടക്കുകയാണ്. കാര്യം നാട്ടുകാരുടെ മുഴുവനും വെള്ളം നമ്മളവിടെ താമസമില്ലാഞ്ഞ കാരണം ഒഴുകി ഈ പറമ്പിൽ വന്ന് നിൽക്കുന്ന രീതിയിലായി. നാട്ടുകാരോടൊക്കെ ബോൾത്ത ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ഉണ്ടാകത്തില്ല. ഞാൻ അമ്മയുമായിട്ട് ബോൾത്ത ഉണ്ടാക്കി. നാട്ടുകാരുമായിട്ട് ബോൾത്ത ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആരാ? അമ്മയുമായി. ഒരു 3 വർഷം പ്രെയർ ചെയ്തു. ചില സമയത്ത് ഞാൻ ചിന്തിച്ചു, അത് ഡിസ്പോസിങ്ങിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന് അത് വേറെ ലക്ഷ്യമുള്ള കാരണം ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് അറിയാവോ? ഞാൻ ചിന്തിക്കാത്ത വേറൊരു പരിഹാരം ഉണ്ടായി. അവിടുത്തെ റോഡിൻ്റെ പടിഞ്ഞാറൻ വശത്ത് കൂടി, പടിഞ്ഞാറിൽ നിന്നാണ് വെള്ളം മുഴുവൻ ഒഴുകി എല്ലാ വശത്തും കയറിക്കൊണ്ടിരുന്നത്. അവിടെ മുഴുവൻ കാണിയായിട്ട് ആ വെള്ളം വേറെ കാണ കെട്ടി വേറെ വഴിക്ക് പോകണം. ഇപ്പം ഇങ്ങോട്ട് വരണില്ല. ആരുമായിട്ട് നമുക്ക് പ്രശ്നമില്ല. ആരുമായിട്ട് നമുക്ക് പ്രശ്നമില്ല. കർത്താവ് ആ വിഷയം ഇലക്കും മുള്ളും ദോഷമില്ലാത്ത രീതിയിൽ പരിഹരിച്ചു. എല്ലാത്തിനും പരിഹാരമുണ്ട്. എല്ലാത്തിനും വേണ്ടി നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ആശ്രയിക്കണമെന്ന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവവേദലെ എന്തെങ്കിലും ഇതുപോലെ വിഷയം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഓർക്കേണ്ട സമയമാണ്. നിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, നിൻ്റെ ജീവിത അവസ്ഥകളെ വീർപ്പ് മുട്ടിക്കുന്ന സാഹചര്യങ്ങൾ കണ്ണീരോടെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, എൻ്റെ മനസ്സിന് വീർപ്പ് മുട്ടിക്കുന്ന തൊഴിലിടങ്ങള്, പാർപ്പിടങ്ങള്, പരിസരങ്ങള് പരിശുദ്ധ അമ്മ വഴി ഈശോയെ കേൾപ്പിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ.
ഹല്ലേലൂയ. Praise the Lord. കർണം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. പ്രത്യേകിച്ച് വലത് കർണത്തിൽ നിന്ന് പഴുപ്പും ചോരയും ഒക്കെ വരുന്ന കേൾക്കാൻ പാടില്ലാത്തവരൊക്കെ കർണത്ത് വെച്ച് പ്രാർത്ഥന. 2 കൈ വെക്കേണ്ട, ഒരു കൈ വെക്കുക. 2 ചെവി ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട് 2 ചെവിയിലേയും കൊണ്ട് കൈ വെക്കരുത്. ഒരു ചെവി വെച്ചാൽ കർത്താവിന് മനസ്സിലാകും. ശരീരത്തിൽ മുഴകളുള്ളവർ, തിണർത്തിരിക്കുന്നവർ, എപ്പോഴും ഗ്യാസിൻ്റെ അസുഖമുള്ളവർ, ഒരു കാര്യവുമില്ല, വയറെപ്പോഴും വീർത്തിരിക്കത്തുള്ളൂ. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വീർത്തിരിക്കും. അവരെല്ലാം വയറെ കൈവെക്കുക. കണ്ണീരോടെ പ്രാർത്ഥിക്കുക. നാക്കിന് പ്രശ്നമുള്ളവരുണ്ട്, നാക്കിൽ തൊട്ട് പ്രാർത്ഥിക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്, pour out his spirit. കർത്താവേ സ്പർശിക്കണമേ, ഉദരത്തെ സ്പർശിക്കണമേ, കിഡ്നിയെ സ്പർശിക്കണമേ, കുടലിനെ സ്പർശിക്കണമേ, ആമാശയങ്ങളെ സ്പർശിക്കണമേ, ഗർഭാശയങ്ങളെ സ്പർശിക്കണമേ. ഈശോ യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങള്, തിരവേദികള് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സന്തോഷമായി നേരത്തെ വസ്തുക്കളെടുക്കുക, നേരത്തെ വസ്തുക്കളെടുക്കുക. രോഗികളെ ശ്രദ്ധിക്കണേ. കർത്താവിന് ഏത് സമയത്ത് വേണമെങ്കിലും നിന്നെ സുഖപ്പെടുത്താൻ കഴിയും. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടവല്ലേ, എന്തും സംഭവിക്കും. നീ ധൈര്യമായിട്ട് വിശ്വസിക്കുക. നേർച്ച വസ്തുക്കൾ എടുക്കുക. നമ്മളിപ്പോഴും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങളുടെ PR, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, IT, എക്സാം, അതിൻ്റെ ടെൻറ്റേറ്റീവ് മന്ത്, നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന മാസം ഇപ്പോൾ ഓർക്കേണ്ടതാണ്. IELTS, ഹാദ്, MOH, അതിൻ്റെയൊക്കെ എല്ലാം ടെൻറ്റേറ്റീവ് എക്സാം, PSC ടെസ്റ്റുകൾ, ആ ടെൻറ്റേറ്റീവ് മന്ത് ഏത് മന്തിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ അമ്മയെ കേൾപ്പിക്കുക. ഹോർമോൺ ഇംബാലൻസ് കാരണമാണ് മക്കളില്ലാത്തത്. ആ വിഷയമാണ് ഇപ്പോൾ ഈശോ മാറ്റണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഊടിന് താഴെയുള്ള രോമങ്ങൾ സാധാരണ അറിയാം, നമുക്കറിയാം മൃദുല രോഗങ്ങളാണ് ഊടിന് താഴെയൊക്കെ സാധാരണ ഉണ്ടെങ്കിൽ വരണത്. ഇതങ്ങനെയല്ല, കമ്പി പോലെ രോഗങ്ങളാണ്. രോഗങ്ങളുടെ എണ്ണം കുറവാണ്, ഉണ്ടാകണതെല്ലാം കമ്പി പോലെ ഇരിക്കണ സ്നാഗ പോലെയുള്ള രോഗങ്ങളൊക്കെ വരും. ഹോർമോൺ ഇംബാലൻസ് ആണ്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. Praise the Lord. നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഡേറ്റുകൾ, സ്ഥലം അളവിന് ഡേറ്റ് ഉണ്ട്, സ്ഥലം രജിസ്ട്രേഷൻ ഡേറ്റ്, യാത്രക്ക് ഡേറ്റ്, ആ ഡേറ്റുകളെല്ലാം പരിശുദ്ധ. ഡേറ്റ് എന്ന് പറയുമ്പോൾ തീയതി അപ്പോൾ ഞാൻ ഡേറ്റ് എന്ന് പറഞ്ഞ ഉടനെ മക്കൾ പറയുമ്പോൾ ഈ ഡേറ്റ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണം നിങ്ങൾ പറയണം. ആ ഡേറ്റ് 31 ഡേറ്റ്. ഇപ്പോൾ ഞാൻ 31 പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ
ഞാൻ പറയുന്നതിന് മുമ്പ് 3 സെക്കൻഡ് മുമ്പ് 31 തെളിഞ്ഞിട്ടുണ്ട്. അത് കർത്താവിന് ഇപ്പം ഞാൻ അച്ഛന് 7 പറഞ്ഞാൽ 7 ആ 31 തെളിഞ്ഞ് അതേസമയം തന്നെ വേറെ ആൾക്കാരുടെ മനസ്സിൽ 7 തെളിയും. 26 ഇങ്ങനെ വ്യത്യസ്തങ്ങളുടെ ഡേറ്റുകൾ 14 ഒക്കെ ഈശോയ്ക്ക് സമർപ്പിക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് പറയണം നിങ്ങൾ. നമ്മുടേത് സമയമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പല അടയാളങ്ങളും കാണുന്നത്. ഇപ്പോൾ ഡേറ്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കോടതി കേസുകൾ വിസ്താരം നടക്കുന്ന ഡേറ്റ്, വിധി പറയാൻ സാധ്യതയുള്ള ഡേറ്റുകൾ ഒക്കെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ചില ആൾക്കാർ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ സ്ഥലം എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ വസ്തു ലേലത്തിന് ജപ്തിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഡേറ്റ് കർത്താവ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഓപ്പറേഷൻ ഡേറ്റുകളാണ്. നമ്മൾ വലിയ ഓപ്പറേഷനും ചെറിയ ഓപ്പറേഷനും പ്രെയർ ഒരുപോലെയാണ്. ഒരു കാര്യവും നിസ്സാരമായി കരുതരുത്. പ്രാർത്ഥനയിൽ വിഷയത്തെ കണ്ട് പേടിക്കരുത്. പ്രാർത്ഥനയിൽ ഇപ്പോൾ മുതുകത്തൊരു കുരുവുണ്ട്, അതും കിഡ്നി ഓപ്പറേഷനും ഒരേ പ്രാധാന്യമാണ് പ്രാർത്ഥനയിൽ വേണ്ടത്. കാര്യം രണ്ടിടത്തും കർത്താവ് ഇടപെടേണ്ടതാണ്. അല്ല മറ്റേ ചെറുതല്ലേ, ചെറുതിന് ചെറിയ ഇടപെടൽ, വലിയന് വലിയ ഇടപെടലൊന്നും അങ്ങനെയില്ല. ഈ വിഷയങ്ങളല്ല. ഇനി അച്ഛൻ എന്തെങ്കിലും നിങ്ങൾ പറയണ പോലെ അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ കർത്താവേ എന്ന് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഓർക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മക്കളുടെ ദുർനടപ്പുകളും മക്കളുടെ ചീത്ത ബന്ധങ്ങളും. പെൺപിള്ളേരെ വശീകരിച്ച് എടുക്കുന്നതിനെക്കുറിച്ച് പത്രത്തിലൊക്കെ ഇപ്പോൾ ഒത്തിരി ന്യൂസില്ലേ. പെൺമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആഫ്രിക്കയിലൊക്കെ അങ്ങനെ സംഭവിച്ചത്. നഴ്സുമാരാണ് എല്ലാവരും നോക്കണത്. അപ്പോൾ അവരെ പഠിപ്പിച്ചവരും ഇത്രയും നാൾ അവിടെ കുടുംബം വിറ്റൊക്കെയായിരിക്കും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ കുറുക്കന്മാർ വന്നിട്ട് കോഴിക്കുഞ്ഞിനെ അടിക്കണ പോലെ അടിച്ചു മാറ്റും. അപ്പോൾ നമ്മുടെ പെൺപിള്ളേർക്കാണെങ്കിൽ കുറച്ച് പേർക്ക് അത്രയും ഒരു ബുദ്ധിയില്ല. വികാരം മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, ബുദ്ധി വർക്ക് ചെയ്യത്തില്ല. അത് കാരണം ആരെങ്കിലും വായി നോക്കികൾ വിളിച്ചാൽ എന്തെങ്കിലും അവൻ്റെ ഇഷ്ടപ്പെട്ട അങ്ങോട്ട് പോകും. അപ്പനെയും മറക്കും, അമ്മനെയും മറക്കും. അപ്പം അതൊക്കെ ജീവിതകാലം മുഴുവൻ കണ്ണീരിലടത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നിത്യജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അമ്മ മാതാവിനെ കണ്ടവനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. എനിക്കും അമ്മയുടെ അൾത്താരെ കയറി സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് ഈശോനോട് പറ. വിശ്വാസ പ്രമാണം ചെല്ലേ. Lord Jesus, pour out your spirit. Touch the fair finger, soak with the precious blood, and with the authority of the Catholic Church, the power of Jesus Christ, with the meritorious humble holy priesthood, I bless and hallow this church, those who say no grace and peace and power. സമാപനാശീർവാദത്തിൻ്റെ ഉള്ളിൽ എന്തും എടുക്കാം. നിങ്ങൾക്ക് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കണം. ജപമാല ഉൾപ്പെടെ എടുക്കേണ്ടതാണ്. സമയം തരാം, എടുക്കാനുള്ള സമയം തരാം, എടുത്തോളൂ. കാര്യം നമ്മളെവിടെ പോയാലും നമ്മുടെ കൂടെ ജപമാല ഉണ്ടാകുമല്ലോ. ഉടമ്പടി കാശുരൂപം ഞങ്ങൾ വളരെ വിലയുള്ള കാശുരൂപമാണ് എനിക്ക് തരണത്.
അങ്ങനെ തരാൻ കാരണം അവൻ്റെ കൊളുത്ത് ഒരിക്കലും പോകാതിരിക്കാൻ വേണ്ടിയാണ് അത്രയും നല്ല ആശീർവാദം തരണത്. അത് കൊന്തയിലിടണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാര്യം കൊന്ത നിങ്ങളിടയ്ക്ക് മിസ് ചെയ്യും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട്. ഉടമ്പടിക്ക് ആശീർവാദം മിസ് ചെയ്യാൻ പാടില്ല. അത് പ്രമാണമാണ്. നമ്മൾ ഉടമ്പടി ചെയ്തതിൻ്റെ പ്രമാണം പോലെയാണ് ഉടമ്പടിക്ക് ആശീർവാദം വർക്കൗട്ട് ചെയ്യണത്. അച്ഛൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. കുറേ ആൾക്കാർക്ക് കുറേ സങ്കടങ്ങളുണ്ട്. അവരെ ഉടമ്പടിക്ക് ആശീർവാദം ഡാമേജായി പോയ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ആ ഡാമേജ് ആശീർവാദം കളയരുത്, അത് തിരിച്ച് അച്ഛൻ ചോദിക്കും. അപ്പം ഞാൻ പുതിയ ഉടമ്പടി ചെയ്ത ആശീർവാദം നിങ്ങളെ അത് ഡാമേജ് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ട ഒടിഞ്ഞു പോയാലൊന്നും അത് കളയരുത്. ഉറഞ്ഞതായാൽ പക്ഷെ അച്ഛനത് തിരിച്ചേൽപ്പിക്കണം. ഏൽപ്പിക്കുമ്പോൾ അച്ഛൻ പുതിയ ഉടമ്പടിയുടെ ഫ്രഷ് ആയിട്ടുള്ള ഉടമ്പടിയുടെ പക്കാ പ്രാർത്ഥന, എല്ലാവിധ പ്രാർത്ഥനയും ചൊല്ലിയ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലെയുള്ള ആശീർവാദം തരും. ഞാനതിനെക്കുറിച്ച് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടമ്പടി നമ്മുടെ ജപമാല റാലി കഴിയട്ടെന്ന് വിചാരിക്കുക. ജപമാല റാലിക്ക് നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം, ഡേറ്റ് ബ്ലോക്ക് ചെയ്യണം കലണ്ടറിൽ, ഒക്ടോബർ 26 എന്നിട്ട് ഇന്ന് തന്നെ നമ്മളുടെ ഈ ഉടമ്പടി വിജയിക്കുന്ന വിഷയങ്ങളില്ലേ അത് നിങ്ങൾ റാലിക്ക് വെക്കണം. റാലി എന്ന് പറയുമ്പോൾ 5 ലക്ഷം ജപമാല നമ്മൾ ചെല്ലണതാണ് ഒറ്റ ബ്ലോക്കിൽ. ഒറ്റ ബ്ലോക്കാണ് 50,000 പേരുടെ 5 ലക്ഷം ജപമാല നമ്മൾ ചെല്ലും. ഈ നമ്മുടെ ലൈറ്റ് അക്കാൻഡിലില്ലേ പയർ റിക്വസ്റ്റ് ഓൺലൈനിൽ തിരികെ എത്തിക്കണേ, അതിൻ്റെ പവർ ഏതാ? ജപമാലയുടെ നമ്മൾ ജപമാല എല്ലാ വർഷവും പ്രാർത്ഥിക്കുന്ന 1-2 കോടി ജപമാലയുണ്ട് കൃപാസനത്തിന് നിക്ഷേപത്തിൽ. അതിൻ്റെ ആസ്തിയിലാണ് ആ ലൈറ്റ് ക്യാൻഡിൽ വർക്കൗട്ട് ചെയ്യണത്. ആ ആശയം തന്നെ അമ്മ തന്നത് ഇപ്പോഴും ഒരു അത്ഭുതമായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അറിയണില്ലല്ലോ, അവർ ഡയറക്റ്റായിട്ട് ചെയ്യണമല്ലേ അത്. അപ്പം നിങ്ങളുടെ വിദൂരത്തിലുള്ള മക്കളോടൊക്കെ അത് പറയണം. കാര്യം അവർക്ക് പ്രാർത്ഥിക്കാനോ പള്ളിയിൽ പോകാനോ ഒന്നും പറ്റാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ ഓർത്ത് വേദനിച്ച ഒരു കാലത്താണ് അമ്മ ഇതെനിക്ക് വെളിപ്പെടുത്തിയത്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടാത്ത ആളാണ്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം അറിഞ്ഞോളൂ. ഇപ്പം നിങ്ങളെ ജപമാലയ്ക്ക് 7 മണിക്ക് നമ്മൾ ഇവിടുന്ന് ആരംഭിക്കും. ഒക്ടോബർ 26 അർത്തങ്കിലേട്ട് 2:30 മണിക്ക് നമ്മൾ അവിടെ എത്തും. അവിടെ വെച്ച് പരിശുദ്ധ കുർബാന. അപ്പം അതിന് പങ്കെടുക്കാൻ വേണ്ടി വരുന്നവർ ഇന്ന് തൊട്ട് തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടതാണ്. പിന്നെ കൃപാസനത്തിൽ എപ്പോഴും രാത്രിയൊക്കെ ആൾ വരുന്നുണ്ട്. അപ്പോൾ രാത്രി താമസിക്കാനുള്ള സൗകര്യം ഇപ്പോൾ രൂപതയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി. കുറഞ്ഞ ചിലവിൽ 2 ബെഡുള്ള ബാത്ത് അറ്റാച്ച്ഡ് റൂംസ് രൂപത പാസ്റ്റർ സെൻ്ററിൽ ലഭ്യമാണ്. അത് ഓഫീസുമായി ബന്ധപ്പെടുക. അപ്പോൾ പിന്നെ ഫ്രഷപ്പ് കുളിച്ച് ഫ്രഷാകാനുള്ളവർക്ക് രാവിലെ വെളുപ്പിനൊക്കെ വരുന്നവരല്ലേ, അവർ കുളിച്ച് ഫ്രഷാകാൻ വേണ്ടി ഇടവക പള്ളിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 സ്ഥലങ്ങളിലും വാഹനം പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. ഇടവകപ്പള്ളി വികാരി മോൺസിഞ്ഞർ ആൻ്റണി തേറാത്തും പിന്നെ രൂപത പാസ്റ്റർ സെൻ്ററിൽ നിന്ന് ഫാദർ ബോസ് കൊടിനാടും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഓഫീസുമായിട്ട് ഇടപെട്ടാൽ മതി. രാത്രിയൊക്കെ വരുന്നവർ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, ട്രിവാൻഡ്രം, വിഴിഞ്ഞം ഹൈ റേഞ്ചുകളൊക്കെ വരുന്നവർ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ നാട്ടുകാർ കയറി ഡിജിറ്റലിൽ ഉടമ്പടി പുതുക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞത്. കാര്യം ഉടമ്പടി പുതുക്കുക എന്ന് പറയുന്നത് ഉടമ്പടി എടുക്കുന്നതിനേക്കാൾ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉടമ്പടി പുതുക്കണത് ഇങ്ങനെ ഡിജിറ്റലിൽ ബഹളം ഉണ്ടാക്കി പുതുക്കണമല്ല. ബുദ്ധിയും ബോധമില്ലാത്ത ആൾക്കാർ അങ്ങനെ ചെയ്യണം. അങ്ങനെയല്ല. ഉടമ്പടി ആരോടാ പുതുക്കണത്? ഞങ്ങളൊക്കെ വെറുതെ മനുഷ്യർ ഉപകരണങ്ങളല്ല, ദൈവത്തോടല്ല നിങ്ങൾ ഉടമ്പടി പുതുക്കണത്. അപ്പോൾ പാകതയോടെ കേട്ട് ആത്മചോദന ചെയ്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് കുമ്പസാരിച്ച് ഇരുന്നിട്ട് ഉടമ്പടിയിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് അതിനൊരു പരിഹാരം ചെയ്ത്
പ്രായശ്ചിത്തം ചെയ്തിട്ടാണ് ഉടമ്പടി പുതുക്കണത്. അല്ലാതെ പത്രം മേടിച്ചെന്ന് പറഞ്ഞ് ഉടമ്പടി പുതുക്കാൻ പറ്റത്തില്ല. ഉടമ്പടി പുതുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഫലം ഉണ്ടാകത്തില്ല. നിങ്ങൾ അതുകൊണ്ട് എൻ്റെ മക്കൾ വളരെ ശ്രദ്ധയോടെ, ഇപ്പം നിങ്ങൾ ഈ കാസർഗോഡ് നിന്നൊക്കെ വരുന്ന ആൾക്കാർ പിന്നെ പുതുക്കാൻ വേണ്ടി വരിക എന്നൊക്കെ പറയണത് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണത്, ഇരട്ടി കാശ് ചിലവാകും. അപ്പം അത് നിങ്ങൾ ലീഡേഴ്സ്, വണ്ടി ലീഡേഴ്സ് ദയവായിട്ട് മാനേജറുമായിട്ട് കാണുക. വണ്ടി ലീഡേഴ്സ് എന്ത് സംവിധാനം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. കാരണം അത് അകലെ നിന്നുള്ളവർക്ക് ഉദ്ദേശിക്കുന്നുള്ളത്, അകലെ നിന്നുള്ളവർക്ക് അങ്ങനെയുള്ള അത് ഉദ്ദേശിക്കുന്നുള്ളൂ. കാര്യം ഇത് ക്ലാസ്സുകൾ വേണം, ഉടമ്പടി എടുക്കാനും ക്ലാസ് വേണം, ഉടമ്പടി പുതുക്കാനും ക്ലാസ് വേണം. കാര്യം ഇതൊരു സാങ്കേതിക പ്രാർത്ഥനയല്ല, ഇതൊരു ആത്മബന്ധത്തിൻ്റെ അഭിഷേക പ്രാർത്ഥനയായത് കാരണം ശ്രദ്ധയോടെയാണ് ചെയ്യണത്. ജീവിതം വെച്ചല്ലേ കളിക്കണം നമ്മൾ. ആദ്യം ഞാൻ നന്ദി പറയണത്, ഞാൻ ഇന്ന് ഈ വിഷയത്തിൽ സ്ട്രിക്റ്റായിരിക്കാൻ കാരണം എന്തുമാത്രം ലോകത്തിൽ സംവിധാനങ്ങളുണ്ട്. ദൈവം എന്തുകൊണ്ട് ഇവിടെ മാത്രം ഇങ്ങനെ ഒരു പദ്ധതി തന്നു? അത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലോടെ സംഭവിച്ച് നടന്നതാണ്. അത് സഭ ഏറ്റെടുത്ത് പഠിക്കണം, അതിലുള്ള ദൈവ മനസ്സ് വെളിപ്പെടണം. അതിനു വേണ്ടിയാണ് ഉടമ്പടി അമ്മ തന്നത്. അതിൻ്റെ അകത്താണ് ഈ സാക്ഷ്യങ്ങളെല്ലാം വരണത് ഇപ്പോഴ്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ, ഉടമ്പടി ചെയ്യുന്നവർ പരിശുദ്ധ അമ്മ വഴി ഈശോരാണ് ചെയ്യണത്. പതുക്കെ പിന്നെ ഉടമ്പടി പുതുക്കാൻ ഉള്ളവരും ഉടമ്പടി എടുക്കാൻ ഉള്ളവരെന്ന് വെച്ചാൽ, ഉടമ്പടി എടുക്കുന്നത് ബൗണ്ടറീസ് ആയിട്ടുള്ള അതിര് ജില്ലകളിലുള്ള ആൾക്കാരെല്ലാം ഉടമ്പടി എടുക്കാൻ സാധിക്കും. പ്രാർത്ഥനാ ദിവസവും 3:30 ഉടമ്പടി തുടങ്ങും. അപ്പോൾ അതൊക്കെ മുമ്പ് മുകളിൽ ക്ലാസ് ഉണ്ട്, മുകളിൽ ക്ലാസ് ഉണ്ട് ഉടമ്പടിയുടെ. അതെല്ലാം കഴിഞ്ഞ് അത് ഒരു മണിക്കൂറുണ്ട് ക്ലാസ്. ആ ക്ലാസ് കഴിയാതെ പുതുക്കുന്നവരും അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നവർ ഇറങ്ങി വരരുത്. ഇവിടെ ഉടമ്പടി തുടങ്ങുന്നത് 4 മണിയാകും. 4 മണി വരെ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടത് പരമാവധി ഉപയോഗിക്കുക. ഈ തൊട്ടടുത്തുള്ള തൃശ്ശൂർ, ആലപ്പുഴ, കോട്ടയം, കൊല്ലം ജില്ലകളൊന്നും പുതുക്കാൻ നിൽക്കരുത്. ആലപ്പുഴക്കാർ ഒരിക്കലും ചെയ്യരുത്. കാര്യം ആലപ്പുഴക്കാർ പ്രശ്നം ഉണ്ടാക്കിയാണ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞത്. അത് ഈ ചില പ്രേക്ഷിതർ അച്ഛൻ പറയണം കേൾക്കത്തില്ല. അവരുടെ ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇളിയും വിളിച്ചുകൊണ്ട് അവരാ നിയമം തെറ്റിച്ച് എല്ലാം അവർ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യും. അപ്പോൾ അത് അവർക്ക് തന്നെ പണിയായോ അവസാനം. അത് കാര്യം ശുശ്രൂഷകൻ അച്ഛൻ പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ പണിയൊക്കെ നടത്തരുത്. അങ്ങനെയൊക്കെയാണ് സംഭവിക്കണത്. വെച്ചാൽ നാട്ടുകാർക്ക് ഇവർ കൗണ്ടറിൽ ഇരുന്നവർ പുതുക്കാൻ വേണ്ടി കൊടുത്തു. അത് അനുവാദമില്ലാത്തതാണ്. അങ്ങനെ അനുവാദമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ ചെയ്യുന്നവർക്കും ചെയ്യിക്കുന്നവർക്കും എല്ലാം പണിയാവും. അത് അങ്ങനെയൊന്നും ചെയ്യരുതാരും. ഞാൻ കൗണ്ടേഴ്സിലിരിക്കുന്നവരോടുകൂടി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, ബൗണ്ടറി ജില്ല, അതിര് ജില്ലകളിലുള്ളവർക്കാണ് ഉടമ്പടി പുതുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം നമ്മൾ. അപ്പോൾ അത് നിങ്ങൾ വണ്ടി ലീഡേഴ്സ് മാനേജറുമായിട്ട് സംസാരിക്കുക. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു രണ്ടാമത്തെ കാര്യം, ഇന്ന് തന്നെ നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം 6 കാര്യങ്ങളാണ് നമ്മൾ മാതാവിന് സമർപ്പിക്കുന്നത്. അപ്പോൾ 6 പ്രാർത്ഥനയാണ് മിനിമം. നമുക്ക് ഇവിടെ 9 പ്രാർത്ഥനയുണ്ട്, 6 നമ്മൾ നിയമപ്രകാരം ഉടമ്പടി പ്രകാരം കൂടേണ്ടത്. 2 നമ്മൾ ഷാരോൺ ടി വിയിലും ഗുഡ്നസ് 1000 പേർക്കൊക്കെ കിട്ടും. അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്യുന്നവർ പ്രാർത്ഥിച്ച് ചെയ്യണം അത്. എന്നിട്ട് നിങ്ങൾ പറയണം, ലോകം മുഴുവനും കർത്താവിനെ പ്രചരിക്കാൻ, കർത്താവിനെ അറിയാൻ ഇടയാക്കണമെന്ന്. അറിഞ്ഞവരെ ആഴപ്പെടാൻ കർത്താവ് എന്നെ ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിക്കണം. സമാപന ആശീർവാദമാണ്. ബാക്കിയുള്ളത് ബ്രദേഴ്സ് പറയും. എല്ലാവരും ജനസ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ദാവീദിന്റെ പുത്രായ യേശുവേ, ഞങ്ങളെ കനിയണമേ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്